രാജ്യം എന്നൊരു തടവറയിലാണ് എന്താണ് യാഥാർത്ഥ്യം? രാജ്യത്തിന്റെ വ്യവസ്ഥിതി, ഭരണഘടനാ വ്യവസ്ഥിതികൾ, ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഏറ്റവും മഹത്തായ മൂല്യങ്ങൾ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഇന്ത്യ ഭരിക്കുന്ന സംഘപരിവാർ സർക്കാർ തകർക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും സമീപകാലത്ത് നമ്മുടെ രാജ്യത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഇതിന്റെ കൃത്യമായ ഉദാഹരണങ്ങളാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 35 സീറ്റുകൾ കൂടി ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിരുന്നെങ്കിൽ 35 സീറ്റുകൾ കൂടി ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് ശ്രീ രാഹുൽ ഗാന്ധി ഉണ്ടാകുമായിരുന്നു എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഈ 35 സീറ്റുകൾ വെറുതെ നഷ്ടപ്പെട്ടതല്ല. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന NDAക്ക് നരേന്ദ്രമോദി BJP നേതൃത്വം കൊടുക്കുന്ന സഖ്യം യഥാർത്ഥത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതാണ്. അവരാ പരാജയത്തെ വിജയമാക്കിയത് കൃത്രിമങ്ങളിലൂടെ, തട്ടിപ്പിലൂടെയാണ്. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. എന്തിനേറെ വരും ദിവസങ്ങളിൽ രാജ്യത്തിന് ബോധ്യപ്പെടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വാരണാസി MP നരേന്ദ്രമോദി വാരണാസിയിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയാണ് എന്ന യാഥാർത്ഥ്യം വരും ദിവസങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ സംശയം തന്നെ വേണ്ട. രാഹുൽ ഗാന്ധി സമീപകാലത്ത് നടത്തിയ മഹാദേവപുര ലോക്സഭാ മണ്ഡലത്തെ മുൻനിർത്തി നടത്തിയ പത്രസമ്മേളനം ആധുനിക ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ വരും തലമുറ രേഖപ്പെടുത്തുന്ന, വരും ചരിത്രം രേഖപ്പെടുത്തുന്ന, സുവർണ ലിപികളിൽ രേഖപ്പെടുത്തിയ ഇന്റർവെൻഷൻ ആണെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഭാവിയിൽ അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ഒരു ലോക്സഭാ മണ്ഡലത്തിന്റെ മുഴുവൻ വോട്ടർ പട്ടിക എടുത്തു വെച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർക്കുവാൻ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനാണ് കൂട്ടുനിൽക്കുന്നത്. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ എല്ലാ വകുപ്പുകളെയും എല്ലാ ചട്ടങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ഈ ഇലക്ഷൻ കമ്മീഷന്റെ നിയമനം തന്നെ ഭരണഘടനാ വിരുദ്ധമാണ്. നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കുവാനുണ്ടായിരുന്ന പ്രോസസ് എന്നത് തീർത്തും അങ്ങേയറ്റം മാതൃകാപരമായിരുന്നു. രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, കാവൽ പ്രധാനമന്ത്രി എന്ന് വിളിക്കാവുന്ന പ്രതിപക്ഷ നേതാവ്, ഈ 3 അംഗങ്ങൾ അടങ്ങുന്ന സമിതിയായിരുന്നു രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷണറെ തീരുമാനിച്ചത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഈ 3 വ്യക്തികളെ തീരുമാനിക്കാൻ കാരണം ഇന്ത്യയുടെ